ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടിയിരിക്കും. അപ്പം എൽസനെയും കൊണ്ട്, അതായത് എൻ്റെ പെറ്റാണ്, പുള്ളിക്കാരെയും കൊണ്ട് പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പുള്ളി ഒന്ന് ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ. നോർമലി വാക്കിങ്ങിന് പോകാറുണ്ട്. താഴെ പ്ലേ ഗ്രൗണ്ടുണ്ട്, പ്ലേ ഗ്രൗണ്ടല്ല പാർക്കുണ്ട്. പാർക്കിൽ കൊണ്ടുപോയി സാധാരണ വാക്കിങ്ങിന് കൊണ്ടുപോകാറോ പോകുന്നുണ്ട്. മോസ്കോ ആണെങ്കിൽ നല്ല പെറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് പ്രത്യേകം നമുക്ക് ഏരിയ ഒക്കെ ഉണ്ട്. അതായത് പെറ്റിന് പ്ലേ ഗ്രൗണ്ട്, പിന്നെ നടത്തിക്കാൻ പാർക്ക്, അങ്ങനെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പുള്ളിക്കാരെയും കൊണ്ട് ഞാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് എൽസ. അപ്പോൾ ഗൈസ്, എൽസ റെഡി ആയിട്ടുണ്ട്. ഇനി എൽസയും കൊണ്ട് ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ മോസ്കോയിലെ പെറ്റിൻ്റെ പാർക്കല്ല, പ്ലേ ഗ്രൗണ്ട്. ഇതേപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ കാണും കേട്ടോ. ഇവിടെ പെറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തായിരുന്നു, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനെ പുള്ളിക്കാരി എന്തായാലും ആദ്യമായിട്ടായതുകൊണ്ട് വലിയതായിട്ടൊന്നും കളിക്കുന്നതും പിടിക്കുന്നതൊന്നുമില്ല, അങ്ങനെ ട്രെയിൻഡ് അല്ല. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. സാധാരണ യൂഷ്വലി കൊണ്ടുവന്നാൽ മൊത്തം പാർക്കിൽ ഇങ്ങനെ നടക്കാൻ പോകുന്നു. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം 0 ആയിട്ടുണ്ട് ഇവിടെ. ഇവർ അപ്പിടുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് ഇതുണ്ടാവും, കവറുണ്ടാവും പ്ലേ ഗ്രൗണ്ടിൽ. അപ്പോൾ നമ്മൾ തന്നെ അത് കോരി ട്രാഷ് ബാഗ് ഉണ്ടാവും, അതിനകത്തേക്ക് ഇടണം, കെട്ടിയിട്ട് ഇടണം. അതാണ് നോർമലി ഇവിടെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ. അപ്പം ഇനി നമ്മൾ പോയി കഴിഞ്ഞ് മുമ്പോട്ട് ആരെങ്കിലും വന്നാലും അവർക്കൂടെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയാണ് ഇവിടെ